بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وآله وأصحابه أجمعين أما بعد ഷർഹുൽ അഖായിദിൻ്റെ രണ്ടാം ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. فإن مبنى علم الشرائع والأحكام وأساس قواعد عقائد الإسلام. അഖായിദുൽ ഇസ്ലാം. അപ്പോൾ ഖവായിദിന് മാന നിയമങ്ങൾ എന്നാണ്, വിശ്വാസ പ്രമാണങ്ങൾ. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുടെ നിയമങ്ങളുടെ അടിസ്ഥാനവും അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹുവ ഇൽമു തൗഹീദി വസിഫാത്ത്, തൗഹീദ് സിഫാത്തിൻ്റെ അറിവാണ്. അൽ മൗസൂമു എന്നുള്ളത് ഇൽമിന് സിഫത്തായിട്ട് വായിക്കുക. കലാം കൊണ്ട് അറിയപ്പെട്ട, കലാം ഇൽമുൽ കലാം, വചനശാസ്ത്രം, വിശ്വാസശാസ്ത്രം എന്നൊക്കെയാണ് അതിൻ്റെ മാന. അൽ മൗസൂം ഇൽമു തൗഹീദ് വസിഫാത്ത്. അപ്പോൾ ഇൽമുൽ കലാമിൻ്റെ വിഷയം മൗദൂ, ഈ അറിവിൻ്റെ വിഷയം എന്താണെന്നാണ് പറയുന്നത്? വിഷയം ദാത്തുല്ലാഹി തആല വസിഫാത്തുഹു, അള്ളാഹുവിൻ്റെ ദാത്തും സിഫാത്തുമാണ്. അള്ളാഹുവിൻ്റെ ദാത്തും സിഫാത്തുമാണ്. മറ്റൊന്ന് വിശ്വാസപരമാണ്, കർമ്മപരമല്ല. അഖീദ വിശ്വാസപരമാണ്, കർമ്മപരമല്ല. അതിനോടുകൂടെ ഒരു നിസബിയായ ഒരു വിഷയം പറയുകയാണ്. അഖീദ എന്നുള്ളതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അൽ അഖദിയ എന്നാണ് പറയുക. മദീന മദനിയ് എന്ന് പറഞ്ഞ പോലെ അഖീദ അഖദിയ് എന്നാണ് പറയുക. അപ്പോൾ അൽ ഉമൂറുൽ അഖദിയ്യത്തു എന്നാണ് നമ്മൾ ഒരു സിഫത്ത് മൗസൂഫായിട്ട് പറയുമ്പോൾ പറയുക. വിശ്വാസപരമായ കാര്യങ്ങൾ അഖദിയ്യ എന്നാണ് പറയുക. അത് അതിൻ്റെ ഇടയിലൊന്ന് ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞത് തന്നെയാണ് അൽ മുൻജി അൻ ഗയാഹിബി ഷുക്കൂക്കി, സംശയങ്ങളാകുന്ന ഇരുളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അറിവ്. വദുലുമാത്തിൽ ഔഹാമി, ധാരണകളാകുന്ന ഇരുളുകളിൽ നിന്നും. ഷക്ക് വഹമിൻ്റെ ഇടയിലുള്ള ഫർക്കും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. വൈന്നൽ മുഖ്തസറ, ഇനിയാണ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലമാണ് പറയുന്നത്. എന്തിനാണ് ഞാൻ ഒരു അൽ അഖായിദ് എന്ന ഉമറുൻ നസഫിയുടെ കിതാബിനെ വ്യാഖ്യാനിക്കാൻ ഒരുമ്പെട്ടത് എന്ന ഒരു വിഷയമാണ് പറയുന്നത്. അപ്പോൾ പശ്ചാത്തലം ഖലഫിയ്യത്ത് വിശദീകരിക്കുകയാണ്. വൈന്നൽ മുഖ്തസറ, ഒരു ലഘുകൃതി, അൽ മുസമ്മ ബിൽ അഖായിദി, അഖീദ അൽ അഖായിദി എന്ന പേരുള്ള ആരുടെ? ലിൽ ഇമാമിൽ ഹുമാം ഖുദ്വത്തി ഉലമാഇൽ ഇസ്ലാം നജ്മിൽ മില്ലത്തി വദ്ദീൻ ഉമർ നസഫി അഅലല്ലാഹു ദറജതഹു ഫീ ദാരിസ്സലാം. അദ്ദേഹത്തിൻ്റെ അൽ അഖായിദ് എന്ന കിതാബ് യഷ്തമിലു ഉൾക്കൊള്ളുന്നതായപ്പോൾ, അപ്പോൾ ലമ്മാഖാനിൻ്റെ ഖബറാണ് യഷ്തമിലു എന്ന ഫീലിയായ ജുംല. എന്തിൻ്റെ മേൽ ഉൾക്കൊണ്ടു? അല ഗുററിൽ ഫറായിദി, എന്നിട്ട് അതിൻ്റെ ബയാനി തൊട്ട് മുമ്പ് കൊടുത്തതാണ്. മിൻ ഹാദൽ ഫന്നി, ഈ ഫന്നിനാൽ, അലൈ ഫന്നിൽ നിന്ന്. അല ഗുററിൽ ഫറായിദി, ഫറായിദ് എന്നുള്ളത് ഫരീദത്തിൻ്റെ ബഹുവചനമാണ്. ഫറായിദ് എന്നുള്ളത് ഒറ്റ മുത്തുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗുറത്ത് എന്ന് പറഞ്ഞാൽ കുതിരയുടെ നെറ്റിത്തടത്തിലുള്ള വെളുപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം ഒരു ദിർഹമിനേക്കാളും മുകളിലുള്ള, അതിനേക്കാളും കുറച്ച് വലുപ്പം കൂടിയ ഒരു വെളുപ്പിനാണ് ഉറത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനം ഉറ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കുല്ലു വാദിഹിൻ മഅറൂഫ്, ഏത് വ്യക്തവും അറിയപ്പെട്ടതും എന്നാണ് ഇതിൻ്റെ അർത്ഥം. വ്യക്തമായതും അറിയപ്പെട്ടതും എന്നുള്ളതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അറിയപ്പെട്ടതും വ്യക്തമായതുമായ ഈ ഫന്നിലെ വിഷയങ്ങളുടെ മേൽ ഉൾക്കൊള്ളതായപ്പോൾ ദുററിൽ ഫവായിദി, ദുറിൻ്റെ ബഹുവചനം ദുറർ, അത് മുത്ത് എന്ന് തന്നെയാണ്. അത് വലിയ മുത്താണ്, തെളിഞ്ഞ വലിയ മുത്ത്. അതെ, ഫവായിദ് എന്നുള്ള കുഴപ്പമില്ല. നുസ്ഖയുടെ വ്യത്യാസത്തിൽ ഉററിൽ ഫവായിദ് എന്നും എന്നിട്ട് ദുററിൽ ഫറായിദ് എന്നും വരാം. അങ്ങോട്ടും ഇങ്ങോട്ട് മാറാനും പ്രശ്നമൊന്നുമില്ല. ഫായിദിൻ്റെ ബഹുവചനമാണ് ഫവായിദ് എന്നുള്ളത്. അപ്പോൾ അമൂല്യമായ വിഷയത്തിൽ, വിലപിടിപ്പുണ്ട് എന്നുള്ള വിഷയത്തിൽ ഈ ഫായിദയും അതുപോലെ മുത്തും ഒരുപോലെ തന്നെയാണ്. മനസ്സിൻ്റെ ചാഞ്ചാട്ടവും അങ്ങോട്ടായിരിക്കും. ആ രീതിയിൽ ഹഠാതാകർഷിക്കുന്ന രീതിയിലുള്ള ആശയ സമ്പുഷ്ടമായ ഒരു കിതാബ് ആയപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫീ ലിംനി ഫുസൂലിൻ, ചില അധ്യായങ്ങൾക്കിടയിൽ. ഹിയ അധ്യായങ്ങൾ ലിദ്ദീനി, ദീനിന് ഖവായിദു അടിത്തറകളും ഉസൂലിൻ അടിസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ദീനിൻ്റെ അടിത്തറയും അടിസ്ഥാനവുമാണ് അത്. അസ്നാഇ നുസൂസിൻ, അസ്നാഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഫ്ളർത്ഥം വസത്തു ഷൈഇ എന്നാണ്. ഒരു കാര്യത്തിൻ്റെ മധ്യത്തിനാണ് അസ്നാഇ എന്ന് പറയുക. അസ്നാഇ എന്ന് പറഞ്ഞാൽ
മദ്യം എന്നാണ് അർത്ഥം, വസത്ത് എന്ന്. അതുപോലെ നുസൂസ് എന്നുള്ളത് നെസ്സിൻ്റെ ബഹുവചനമാണ്. നെസ്സു എന്ന് പറഞ്ഞാൽ അതിനിക്ക് നെസ്സ യനിസു എന്ന് പറഞ്ഞാൽ റഫ യർഫ ഉയർത്തി എന്നാണ്. അപ്പോൾ നെസ്സ് എന്ന് പറഞ്ഞാൽ മൻസൂസ് മർഫൂ എന്ന മാനയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെയൊക്കെ ഉയർത്തപ്പെട്ടത് എന്നാണ് നെസ്സിൻ്റെ അർത്ഥമെങ്കിലും ടെസ്റ്റുകൾ, പ്രമാണങ്ങൾ, പിന്നെ പ്രസ്താവനകൾ എന്നൊക്കെ അതിനർത്ഥം വെക്കാം. അസ്ന നുസൂസിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആയാത്ത് അഹാദീസുകളാണ്. ആ ആയാത്ത് അഹാദീസുകളുടെ ഇടയിലായിട്ട് ഹിയ എങ്ങനത്തതായ നുസൂസാണ്? ലിൽ യഖീനി അത് ഉറപ്പിന്, ജവാഹിറു വ ഫുസൂസുൻ ജൗഹർ രത്നങ്ങളാണ്, ഓ ഫുസൂസുൻ ഫസ് ബഹുവചനമാണ്, ഫുസൂസ് മോതിരം, ആ മോതിരത്തിൻ്റെ കണ്ണിയുടെ മുകളിലുള്ള കല്ല് വെക്കുന്ന സ്ഥലത്തിനാണ് ഫുസൂസ്. എന്തായാലും അത് വളരെ എന്തായിരിക്കും, പ്രകടമായിരിക്കും, തെളിഞ്ഞതായിരിക്കും എന്നാണ്. ഗായത്തിമിന തങ്കീഹി തഹദീബ്. തങ്കീഹ് എന്ന് പറഞ്ഞാൽ നക്കഹ അതിൻ്റെ വസ്ത്രമാണ് തങ്കീഹ്. തഹദബ തഹദീബ് ശുദ്ധീകരിക്കുക, തങ്കീഹ് ശുദ്ധീകരിക്കുക, ഫിൽട്ടർ ചെയ്യുക. തഹദീബ് എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റം എഡിറ്റ് ചെയ്യപ്പെട്ടതോടുകൂടെ ആ അൽ അഖായിദ് എന്ന കൃതി എന്താണ്? അത് മുഹററാണ്, മുനഖഹാണ്, മുഹദ്ദബാണ്. വ നിഹായത്തി മിൻ ഹുസ്നി തൻദീമി വ തർത്തീബി അങ്ങേയറ്റം വ്യവസ്ഥാപിതവും തർത്തീബുള്ളതുമാണ്. വേണ്ടതുപോലെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്, എന്തായിട്ടുണ്ട്, അതിനെ തർത്തീബാക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കിതാബുമായതിനോടുകൂടെ അങ്ങനെയായപ്പോൾ ഫഹാവൽത്തു ഞാൻ പരിശ്രമിച്ചു. ഹാവൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചു. അൻ അഷ്റഹു ആ കിതാബിനെ വ്യാഖ്യാനിക്കാൻ, ഷർഹൻ ഒരു വ്യാഖ്യാനിക്കൽ, യുഫസ്സിലു മുജ്മലാത്തിഹി മുജ്മൽ എന്നുള്ളത് മുഫസ്സലിൻ്റെ എതിരാണ്. അപ്പം മുജ്മൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞത്, ആ കാര്യങ്ങളെ വിശദീകരിക്കാതെ പറഞ്ഞ കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചു. യുബയ്യനു മുഅ്ദിലാത്തിഹി മുഅ്ദിലത്ത് മുഅ്ദിലാത്ത് മുഅ്ദിലിൻ്റെ ബഹുവചനാണ് മുഅ്ദിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുഗ്ലഖ് എന്നാണ് അർത്ഥം. അടക്കപ്പെട്ട കാര്യത്തെ തുറന്നു തരാൻ, വിശദീകരിച്ച് തരാൻ. അപ്പോൾ എന്താ, ആശയപരമായിട്ട് ചെറിയൊരു അവ്യക്തതകളുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ വ്യക്തമാക്കി തരും, എൻ്റെ ഷർഹ് വ്യക്തമാക്കി തരും. വയൻഷുറു മത്തുവിയാത്തി ചുരുട്ടപ്പെട്ടതായ കാര്യങ്ങളെ നഷ്ർ ചെയ്തു തരും, തുറന്നു തരും. ചുരുട്ടപ്പെട്ടത് മത്തുവിയാത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗങ്ങളാണ്. വയുദ്ഹിറു മക്നൂനാത്തി മറക്കപ്പെട്ട കാര്യങ്ങളെ വെളിവാക്കി തരുകയും ചെയ്യും. മഅ തൗജീഹിൽ കലാമി കലാമിനെ വ്യാഖ്യാനിക്കലോടുകൂടെ, ഒരു വ്യാഖ്യാനിക്കലോടുകൂടെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷർഹ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. മഅ തൗജീഹിൽ കലാമി ഫീ തങ്കീഹിൻ കലാമിനെ വ്യാഖ്യാനിക്കുക എങ്ങനെ? ഫീ തങ്കീഹിൻ തങ്കീഹിലായിട്ട്. തങ്കീഹിൻ്റെ മാന നമ്മൾ പറഞ്ഞു, ശുദ്ധീകരിക്കുക എന്നാണ്. വ തംബീഹിൻ അലൽ മറാമി ലക്ഷ്യത്തിൻ്റെ മേൽ ഉണർത്തലോടുകൂടെയും. അപ്പോൾ എന്താണ് മുസന്നിഫിൻ്റെ ഇബാറത്തിൻ്റെ ലക്ഷ്യം? അതിനെ ഞാൻ തംബീഹ് ചെയ്യുകയും ചെയ്യും, ഉണർത്തുകയും ചെയ്യും. മഅ തൗദീഹിൻ ഇല്ലേ, വ്യക്തമാക്കലോടുകൂടെ. തംബീഹിൻ അലൽ മറാമി മഅ തൗദീഹിൻ വ തഹ്കീക്കിൻ ലിൽ മസായിലി മസ്അലകളെ ഞാൻ തഹ്കീക്കാക്കി തരും. ഗിബ്ബ തഖ്രീരിൻ തഖ്രീറിനുടനെ. എന്താണ് മസലകളെ തഹ്കീക്കാക്കുക എന്ന് പറഞ്ഞാൽ? മസ്അലകൾ എന്ന് പറഞ്ഞാൽ എന്താ? മസ്അലയുടെ ബഹുവചനമാണ് മസായിലി. അൽ ഖലായ മിൻ ഹൈസു യുസലു അൻഹാ ചോദിക്കപ്പെടുന്നതായ ഖളിയകൾ, വാക്യങ്ങൾ, അതിൽ ചോദ്യങ്ങൾ വരും. തെളിവിലൂടെ തെളിവ് ആവശ്യപ്പെടുകയും ചെയ്യും. അതിനേക്കാണ് മസ്അല എന്ന് പറയുക. മസ്അല എന്ന് പറഞ്ഞാൽ അൽ ഖളായ മിൻ ഹൈസു യുസ്അലു അൻഹാ വ തുത്ലബു ബിദ്ദലീലിൻ. ഗിബ്ബ തഖ്രീരിൻ തഖ്രീർ എന്ന് പറഞ്ഞാൽ ഇസ്ബാത്ത് ചെയ്യുക, സമർത്ഥിച്ചതിന് ഉടനെ. ഗിബ് എന്ന് പറഞ്ഞാൽ ഹീനൻ ബഅദ ഹീൻ എന്നാണ്, ഇടക്കിടക്ക് എന്നാണ് ഗിബിൻ്റെ അർത്ഥം. ഒന്നരാടൻ എന്നൊക്കെ പറയും. ഉംദത്തു സാലിക്കിൽ ഗിബ് എന്ന് ലഫ്ദ് കാണാം. വയ്യദ്ദഹിന ഗിബ്ബൻ അല്ലെങ്കിൽ അൽ ഇദ്ദിഹാനു ഗിബ്ബൻ, ഒന്നരാടെ എണ്ണ ഇടലും സുന്നത്താണ് തലക്ക്. അവിടെ ഗിബ് എന്ന് അർത്ഥം ഹീനൻ ബഅദ ഹീൻ എന്ന്. അപ്പോൾ ഒരു പ്രവർത്തനത്തെ ഇടക്കിടക്ക് ചെയ്യുന്നതിനാണ് ഗിബ് എന്ന് പറയുക. അപ്പോൾ ഗിബ്ബ തക്രീർ ഇടക്കിടക്ക് നടത്തിയതിന് പിന്നോടുകൂടെ തദ്ഖീഖാക്കുകയും ചെയ്യുക. എന്താ ഈ തദ്ഖീഖ് എന്ന് പറഞ്ഞാൽ? തദ്ഖീഖ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ദലീലിൽ മസ്അലത്തി ബി ദലീലിൻ ആഖറ, മസ്അലയുടെ തെളിവിനെ വേറൊരു തെളിവ് കൊണ്ട് സ്ഥിരപ്പെടുത്തുക, സമർത്ഥിക്കുക. അപ്പോൾ തെളിവിൻ്റെ മേൽ തെളിവ് പറയുന്നതിനാണ് എന്ത് പറയുക? തദ്ഖീഖ് എന്ന് പറയുക. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തുൽ മസ്അലത്തി ബിദ്ദലീൽ, തെളിവ് മസലയെ തെളിവ് മുഖേന പറയുന്നതിന് തഹ്ഖീഖ് എന്നും, തെളിവിന് വീണ്ടും തെളിവ് പറയുന്നതിന് തദ്ഖീഖ് എന്നും പറയും.
അങ്ങനെയാണ് തഹ്ഖീഖും തദ്ഖീഖും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നെ തദ്ഖീഖ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം തബീനു ഹഖായിഖിൽ അഷിയായി അലാ വജ്ഹി ദിഖ, സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയിട്ട് വസ്തുക്കളുടെ യാഥാർത്ഥ്യങ്ങളെ ബയാൻ ചെയ്യുന്നതിനും തദ്ഖീഖ് എന്ന് പറയും. അപ്പോൾ എന്തിൽ നിന്നുള്ളതാണ്? ദിഖത്തിൽ നിന്നുള്ളതാണ്. ദിഖത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്നർത്ഥം. അപ്പോൾ സൂക്ഷ്മമായ അവലോകനം, വിശദീകരണം, അതിനും തദ്ഖീഖ് എന്ന് പറയാറുണ്ട് എന്ന്. അപ്പോൾ സാധാരണ ഒരു തഹ്ഖീഖാക്കുക എന്ന് പറഞ്ഞാൽ എന്നാ, സൂക്ഷ്മമായ ഒരു വിശദീകരണം നടത്തുക. തെളിവിൻ്റെ മേൽ തെളിവ് എന്നോ അങ്ങനെയൊന്നും പോകണമെന്നൊന്നുമില്ല. ഒരു ഉർഫൻ തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ അത്രയേ വേണ്ടൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പഠിച്ചു? തദ്ഖീഖ് പഠിച്ചു, തഹ്ഖീഖ് പഠിച്ചു, പിന്നെ അതൊക്കെ പഠിച്ചു. തഫ്സീരിൽ മഖാസിദി, ഉദ്ദേശങ്ങളെ വിശദീകരിക്കലോടുകൂടെയും തഫ്സീർ. തഫ്സീർ എന്നുള്ളത് ഫസ്റിൽ നിന്നുള്ളതാണ്. തഫ്സീർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഖുർആൻ്റെ തഫ്സീർ എന്ന് പറയുന്ന അത് കശ്ഫ് ചെയ്യുക എന്നാണ് അതിനർത്ഥം. കശ്ഫു മാ ഗുത്തിയ, അടക്കപ്പെട്ടതിനെ തുറന്ന് കാണിക്കുക എന്നാണ് തഫ്സീറിൻ്റെ അർത്ഥം. മറ്റൊന്നാണ് ഈലാഹ്, വ്യക്തമാക്കി തരിക, വിശദീകരിച്ച് തരിക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് വായന? തഫ്സീറുൽ മഖാസിദി, മഖ്സൂദുകളെ നമുക്ക് വിശദീകരിച്ച് തരുന്നതിലുമായിട്ട് ബഅദ തംഹീദിൻ, ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം. തംഹീദിന് അർത്ഥം ഇവിടെ ബസ്തു എന്നാണ്, വിശദമാക്കിയതിന് ശേഷം. ബസ്ത് വിശദമാക്കുക, തംഹീദ്. വ തക്സീറിൽ ഫവായിദി, ഫായിദകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മഅ തജ്രീദിൻ, തനിപ്പിക്കലോടുകൂടെ. അപ്പോൾ ഈ വിശദീകരണവും അതുപോലെ തഹ്ഖീഖും തദ്ഖീഖെല്ലാം ആക്കുന്നുണ്ടെങ്കിലും പിന്നെ വല്ലാണ്ട് നീട്ടി പരത്തി പറയുകയില്ല. അങ്ങനെ തജ്രീദ് ചെയ്യുക, സായിദകളിൽ നിന്നെല്ലാം തന്നെ ഹഷ്വ്, സായിദ, ഇത്നാബ് പോലോത്തതിൽ നിന്നെല്ലാം പിന്നെ ഒഴിവാക്കലോടുകൂടെ. ത്വാവിയൻ, ചുരുട്ടിയും കൊണ്ട്. ത്വാവിയൻ എന്ന് പറഞ്ഞാൽ എന്നാ? ചുരുട്ടിയിട്ട്. കഷ്ഹി എന്ന് പറഞ്ഞാൽ ഊര, മക്കാൽ എന്ന് പറഞ്ഞാൽ വർത്തമാനം. അപ്പോൾ വർത്തമാനത്തിൻ്റെ ഊരയെ ചുരുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിനെയൊക്കെ വളരെയധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പറയുക എന്നുള്ളതാണ്. ത്വാവിയൻ കഷ്ഹൽ മക്കാൽ എന്ന് പറഞ്ഞാൽ, കഷി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഊര എന്നാണ് കഷിൻ്റെ അർത്ഥം. ത്വാവി എന്ന് പറഞ്ഞാൽ ചുരുട്ടുക, ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അത് എന്തിനെ തൊട്ട്? ചുരുട്ടുക. അനിൽ ഇത്വാലത്ത്, നീട്ടിപ്പറയുന്നതിനെ തൊട്ട്. ഫായിദയില്ലാതെ നീട്ടി പരത്തി പറയുന്നതിനാണ് ഇത്വാലത്ത് എന്ന് പറയുക. ഫായിദയോടുകൂടെ നീട്ടി പറയുന്നതിനാണ് ഇത്നാബ് എന്ന് പറയുക. കൂടുതലും പറയുന്നില്ല, കുറക്കുകയും ചെയ്യുന്നില്ല, അതിന് മുസാവാത്ത് എന്ന് പറയും. ആശയങ്ങൾ ചോർന്നു പോകാതെ കണ്ട് ഹിർസ്വമായി പറയുന്നതിന് ഈജാസ് എന്ന് പറയും. അപ്പോൾ ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്, പിന്നെ ഇത്വാലത്ത്, തത്വീല്, ഇഖ്തിസാർ, അങ്ങനെ പല രീതിയിലും. ആശയം ചുരുങ്ങി പിന്നെ ലഫ്ദും ചുരുങ്ങുന്നതിന് ഇഖ്തിസാർ എന്ന് പറയും. ആശയം പിന്നെ ചുരുങ്ങാതെ കണ്ട് ലഫ്ദിനെ ചുരുക്കുന്നതിന് ഈജാസ് എന്ന് പറയും. ആശയവും ലഫ്ദും ഒരുപോലെ ആകുന്നതിന് മുസാവാത്ത് എന്ന് പറയും. ഇത്നാബ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ പിന്നെ ലഫ്ദ് വർദ്ധിക്കുക, പക്ഷേ ഫായിദ ഉണ്ടാവും. തത്വീല്, ഇത്വാലത്ത് എന്ന് പറഞ്ഞാൽ നീട്ടിപ്പറയുക, യാതൊരുവിധ പുതിയ ഫായിദയും ഉണ്ടാവില്ല. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് മുഖ്തസറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ചേർത്തും ചെയ്യാം. ഇഖ്തിസാദ്, അപ്പോൾ എന്താ പറഞ്ഞേ? ഇത്വാലത്ത്, ഇംലാൽ എന്ന് പറഞ്ഞാൽ മടുപ്പിക്കുക, പറഞ്ഞ് അരോചകത്വവും വിരസതയും ഉണ്ടാക്കുക. അതാണ് ഇത്വാലത്ത്, ഇംലാൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്താലത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്തുണ്ടാകും? ഇംലാൽ വരും. ഇംലാൽ എന്തിൽ നിന്നുള്ളതാണ്? മലലിൽ നിന്നുള്ളതാണ്. മലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിരസത, അരോചകത്വം എന്നാണ് അർത്ഥം. പിന്നെ മുത്തജാഫിയൻ, മാറി നിന്നുകൊണ്ടും. ഈ ത്വാവിയൻ എന്നുള്ളതിൻ്റെ മറ്റൊരു ലഫ്ലാണ് മുത്തജാഫിയൻ, അകലുക, അകന്ന് നിൽക്കുക. അൻ തൊറഫയിൽ ഇഖ്തിസാദി, ഇഖ്തിസാദിൻ്റെ രണ്ട് തൊറഫ്. ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ മധ്യനിലയിൽ പറയുക, ഒരു മധ്യനില സ്വീകരിക്കുക എന്നുള്ളതാണ് ഇഖ്തിസാദിൻ്റെ മാന. അതിൻ്റെ രണ്ട് തർഫ്, അതേതാ? അതിൻ്റെ രണ്ട് തർഫാണ് ഈജാസും ഇത്നാബും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് ഈജാസ്, ശേഷമുള്ളത് നീട്ടി പറയുമ്പോൾ ഇത്നാബ്. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള അതിൻ്റെ രണ്ട് തർഫുകളെ തൊട്ട് സൂക്ഷിക്കുക. വൽ ഇത്നാബിനെ തൊട്ടും സൂക്ഷിക്കുക. എന്താ ഇത്നാബ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നീട്ടിപ്പറയാം. ഫായിദയോടുകൂടി തന്നെ നീട്ടി പറയുന്നത്, എന്നാലും അതുണ്ടാവില്ല. വൽ ഇഖ്ലാലി, ആശയത്തിന് അവ്യക്തതയുണ്ടാക്കുക. അപ്പോൾ വല്ലാഹുൽ ഹാദി, അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. ഇലാ സബീലി റഷാദ്, ഈ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക്. റഷാദ് ഹിദായത്ത്, ഹുദ ഹിദായത്ത് എന്നൊക്കെ പറയും. വൽ മസൂലു, ചോദിക്കപ്പെടുന്നവനും അള്ളാഹുവാണ്.
എന്തിനു വേണ്ടി ചോദിക്കപ്പെടുന്നതിൽ നൈലിൽ ഇസ്മത്തി സംരക്ഷണത്തെ ഉണ്ടാക്കാൻ, നൈലിൽ ഇസ്മത്ത്, നൈലി എന്ന് പറഞ്ഞാൽ ഉസൂല്, സദാദ് എന്ന് ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവനോടാ ചോദിക്കേണ്ടത്, അള്ളാഹുവെ രക്ഷപ്പെടുത്തേണമേന്ന്. ഇസ്മത്ത് അതിൽ നിന്നാണ് മഅസൂമി എന്ന് പറയുന്നത്. വല്ലാഹു യാസിമുക മിനന്നാസ്, പാപസുരക്ഷിതൻ എന്നാണല്ലോ മഅസൂമിൻ്റെ വായന, പാപത്തിൽ നിന്ന് കാക്കപ്പെട്ട ആൾ എന്ന്. ഇസ്മത്ത് അതിൻ്റെ മസ്തറാണ്. സദാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ത്വരീഖുൽ വാസി എന്നാണ്, വിശാലമായ വഴിക്കാണ് സദാദ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സദാദ് എന്ന് പറഞ്ഞാൽ ശരി എന്നാണ്, ശരി എന്ന് തന്നെയാണ് അർത്ഥം, ശരിയെയും എത്തിക്കാൻ. വഹുവ ഹസ്ബി, അല്ലാഹു തആല എനിക്ക് മതി. വഹുവ ഹസ്ബി, അല്ലാഹു എനിക്ക് മതി. വനിഅമൽ വക്കീൽ, ചുമതലപ്പെടുത്തപ്പെട്ടവരിൽ നിന്ന് ഏറ്റവും നല്ലവനും അവൻ തന്നെയാണ്. ചുമതലപ്പെടുത്തപ്പെട്ടവനിൽ നിന്ന് നല്ലവൻ അവനാണ്. ഓ ഹസ്ബി വനിഅമൽ വക്കീൽ. ഹുവ ഹസ്ബി എന്നുള്ളതാണ് ഹസ്ബ്. പിന്നെ നിഅമൽ വക്കീൽ, അതിന് ഹസ്ബി നിഅമൽ വക്കീൽ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യാർത്ഥം അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഏലം നീ അറിയണം അന്നൽ അഹ്കാമ ശർഇയ്യത, മതപരമായ ഹുക്കുമുകളാകുന്നത്, മതപരമായ ഹുക്കുമുകൾ, ശർഇയ്യായ ഹുക്കുമ്, ആ ശർഇയ്യായ ഹുക്കുമുകൾ മിൻഹ അതിലുണ്ട്, അതിലുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ചിലത്. അപ്പോൾ തബഈലിയായ മിന്നിൻ്റെ മാന അതിൽ നിന്ന് ചിലത് എന്നാണ്. ചില കാര്യങ്ങളാണ്, ചില അഹ്കാമുകളാണ്. യതഅല്ലഖു, അത് ബന്ധിക്കും ബി കൈഫിയത്തിൽ അമലി, പ്രവർത്തനത്തിൻ്റെ രീതിശാസ്ത്രത്തോട്, പ്രവർത്തനത്തിൻ്റെ രീതിശാസ്ത്രം, കൈഫിയത്തുൽ അമാൽ. അപ്പോൾ ഹുക്മിൻ്റെ ബഹുവചനമാണ് അഹ്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹുക്മ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖിതാബാണെന്നും അത് അടിമകളുടെ അമാലുകളോട് ബന്ധപ്പെട്ടതാണെന്നും അത് തന്നെ അമല് ഹുക്മിൻ്റെ കൈഫിയത്തിൻ്റെ ഭാഗത്തിലൂടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തോട്ടെ ബി കൈഫിയത്തിൽ അമലിൻ്റെ കൈഫിയത്തിനോട് ബന്ധപ്പെട്ടത്. തുസമ്മ, അത്തരം അഹ്കാം ശർഇയ്യക്ക് പേര് പറയപ്പെടും ഫറഇയ്യത്തൻ വ അമലിയ്യ. ഫറഇയ്യത്ത്, അമലിയത്ത്. എന്താ ഫറഇയ്യത്ത് എന്ന് പറഞ്ഞാൽ? ശാഖാപരം. പിന്നെ അതിൻ്റെ എതിരേതാണ്? ഉസൂലാണ്. ഉസൂൽ ഏതാണ്? മൗലികം. ഉസൂൽ എന്ന് പറഞ്ഞാൽ മൗലികം, ഫണ്ടമെൻ്റൽ എന്ന് പറയും. ഫറഈ എന്ന് പറഞ്ഞാൽ ശാഖാപരം. ഏതാണ് ഇവിടെ ശാഖാപരം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അത് ഇൽമുൽ ഫിഖ്ഹാണ്. ഫിഖ് കർമ്മശാസ്ത്രത്തിനാണ് ഫുറൂഇ എന്ന് പറയുക, ഫുറൂഇയായ കാര്യങ്ങൾ. മറ്റേതിന് ഉസൂലി എന്ന് പറയുക. പിന്നെ ഈ അഖീദക്ക് അമലിയത്തിന് അമലിയ ഫറഇയ്യ, അതായത് അമലിയ, അത് എന്താണ്? അതിൻ്റെ അത്ഫ് തഫ്സീറ, ഫറഇയ്യത്തിൻ്റെ അത്ഫ് തഫ്സീറാണ് ഫറഇയ്യത്ത് എന്നുള്ളത്. വമിൻഹ, ആ അഹ്കാം ശർഇയ്യത്തിലുണ്ട് മാ യതഅല്ലഖു ബിൽ ഇഅ്തിഖാദി, വിശ്വാസത്തോട് ബന്ധിക്കുന്നതുമുണ്ട്. വതുസമ്മ, അവകൾക്ക് പറയപ്പെടും മസ്ലിയത്തൻ വഅ്തിഖാദിയ, മൗലികമായത് എന്ന് പറയും. വഅ്തിഖാദിയ, വിശ്വാസപരമായത് എന്ന് പറയും. വൽ ഇൽമുൽ മുതഅല്ലിഖു ബിൽ ഊല, ഒന്നാമത്തതിനോട് ബന്ധിച്ചതായ അറിവാകുന്നത്, അഥവാ അത് ഏത്? അഫ്ആലുൽ മുക്കല്ലഫുമായി ബന്ധപ്പെട്ട ഇൽമ് യുസമ്മ ഇൽമ ശറാഇ വൽ അഹ്കാം. അതിൻ്റെ പേരെന്താ? ഇൽമു ശറാഇ വൽ അഹ്കാം എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് പറയാൻ കാരണം? ലിമാ അന്നഹ, അവകൾ ലാ തുസ്തഫാദു, നേടിയെടുക്കപ്പെടൂല. ഏത്? ലിമാ അന്നഹ എന്ന് പറഞ്ഞാൽ ആ ഇൽമു ശരീഅത്ത്, ലാ തുസ്തഫാദു, അത് നേടിയെടുക്കപ്പെടുകയില്ല. ഇല്ലാ മിൻ ജിഹത്തി ശർഇ, ശർഇൻ്റെ വശത്തിലൂടെയല്ലാതെ. വലാ യസ്ബിഖുൽ ഫഹ്മു, ഫഹ്മ് മുൻകടക്കുകയില്ല. ഇന്ദ ഇത്ലാഖിൽ അഹ്കാമി, അഹ്കാമുകളെ പ്രതിപാദിക്കുമ്പോൾ ഇല്ല ഇലൈഹ, അതിലേക്കല്ലാതെ. അപ്പോൾ എന്താ പറയുക? നമ്മൾ പിന്നെ അഹ്കാം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സ് പായുന്നത് എങ്ങോട്ടേക്കാണ്? ആ അഹ്കാമു ശർഇയ്യത്തിലേക്കാണ്. എങ്ങനത്തെ? കൈഫിയത്തുൽ അമലുമായി ബന്ധപ്പെട്ട അഹ്കാമുകളിലേക്കാണ്. അഹ്കാമു ശർഇയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പായി, അല്ലേ? ഇത് വാജിബാണോ, സുന്നത്താണോ, ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ എന്നാണല്ലോ അഹ്കാം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സ് പായുക. അതാ പിന്നെ ഒബിസാനിയ, രണ്ടാമത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഉസൂലി അസ്ലിയത്തും എത്തിഖാദിയത്തുമായി ബന്ധപ്പെട്ടത്. അതിൻ്റെ പേര്, അതിന് ഇൽമ തൗഹീദി വ സിഫാത്ത്, തൗഹീദ് സിഫാത്തിൻ്റെ ഇൽമ് എന്ന് പറയും. അപ്പോൾ എന്താണ്? ശർഇയായ ഹുക്മിനെ നമ്മൾ രണ്ട് ഖിസ്മുകളാക്കി മാറ്റി. ഏതൊക്കെയാണ്? ഒന്ന് അമലി, അത് ഫിഖ്ഹാണ്, ഫുറൂ ആണ്. രണ്ട് എത്തിഖാദി, അതേതാണ്? അത് അഖീദയുമാണ്, ഇൽമു തൗഹീദ് വ സിഫാത്തുമാണ് എന്ന്. ലിമാ അന്നദാലിക്ക, അതിനെന്താ അങ്ങനെ പേര് പറയാൻ കാരണം? ഇൽമു തൗഹീദ് വ സിഫാത്ത് എന്ന്. ലിമാ അന്നദാലിക്ക, അത് ലിമാ അന്നദാലിക്ക, ആ തൗഹീദും സിഫാത്തും ആയതിനു വേണ്ടി അഷ്ഹറു മബാഹിസിഹി, ഇൽമുൽ കലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ചർച്ചകൾ അതാണ്.
ഏറ്റവും പ്രസിദ്ധമായ ചർച്ചകളും അഷറഫ് മഖാസിദിഹി അതിൻ്റെ ഏറ്റവും ഉന്നതമായ മഖ്സൂദും ഏതാണ്? തൗഹീദ് സിഫാത്താണ്. അതേ സ്ഥാനത്ത് അതിൽ എന്ത് ചർച്ച ചെയ്യുന്നുണ്ട്? ആഖിറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, മആദ് മബ്ദഇനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ സിഫാത്തുകളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ മലായിക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിലെ മുഖ്യമായതും വളരെ പ്രധാനപ്പെട്ടതുമായ ചർച്ച ഏതാണ്? ഇൽമു തൗഹീദ് വസിഫാത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് പറയാൻ കാരണം. അപ്പോൾ എന്താണ്, കുല്ലിനിക്ക് ബാലിൻ്റെ പേര് പറഞ്ഞു, കുല്ലിനിക്ക് ബാലിൻ്റെ പേര് പറഞ്ഞു. ബാലു മജാസ് എന്നൊക്കെ പറയാം. എല്ലാറ്റിനും എന്ത് പേര് പറഞ്ഞു? ബാലിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെയാണ് ഖുർആനിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ സൂറത്തുൽ ബക്കറ എന്നുള്ളത്, ആ സൂറത്തുൽ ബക്കറയിൽ ബക്കറത്ത് എന്ന് പറയുന്നത് എന്താണ്? കുല്ലിനും പേര് വെച്ചത് സൂറത്തുൽ ബക്കറ എന്നാണ്. അത് ഏതാനും ആയത്തുകൾ മാത്രമേ അതിലുള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്. നംല് സൂറത്താവട്ടെ, മൂസ സൂറത്താവട്ടെ, ഇബ്രാഹിം ആവട്ടെ, ഏതും അങ്ങനത്തെ, മറിയം സൂറത്ത്,